ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. എന്നാ ഉണ്ട്, സുഖമാണോ? അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്വാമിനാരായണ മന്ദിറിലേക്ക് പോവാണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ടെമ്പിളും അതുപോലെ അമേരിക്കയിലുള്ള ഏറ്റവും വലിയ ടെമ്പിളും ആണ് ഈ സ്വാമിനാരായണ മന്ദിർ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ഫുട്ടേജസും ഞാൻ പോകുന്ന വഴിക്ക് കാണിക്കാം. അപ്പോൾ സീ യു ഗൈസ്. ഗായ്സ്, അങ്ങനെ ടെമ്പിളിൻ്റെ ഇവിടെ എത്തി. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഫാമിലീസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് ടെമ്പിള്, അവിടെയാണ് ടെമ്പിൾ വരുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, കുറേ ഉണ്ട് കാണാനൊക്കെ. അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ തിരിക്കുവാണ്, നിങ്ങൾ ഇതെല്ലാം ഒന്ന് കാണ്. ഓക്കെ, ഗൈസ് ഇതെല്ലാം കണ്ടോ? അടിപൊളിയല്ലേ ആ ഒരു മേക്ക് ഓവർ ചെയ്ത് വെച്ചേക്കണേ. ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഇത് ഐഡിയൽ യോഗി എന്ന് പറയുന്ന ഈ പുള്ളിയാണ് ഈ നിൽക്കുന്ന ഇത്രയും വലിയ സ്റ്റാച്ചു. ഇത് ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ കേട്ടോ. ഓരോ ഇത് ഉണ്ടാക്കി വെച്ചിങ്ങനെ കാണാൻ ഭയങ്കര രസമുണ്ട്. അതാണ് ആ ടെമ്പിള്, വലിയ ടെമ്പിള് കാണുന്നത്. അവിടോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടോട്ട് പോയാലേ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ കല്ലിലും ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ജേർണിയുടെ ഇൻസ്പയറിങ്ങും ഡിറ്റർമിനേഷനും കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഫിയർലെസ്, പിന്നെ അങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഈ കല്ല് കണ്ടോ, ഈ കല്ലിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇവിടെ ഒരു സ്മോൾ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഗൈസ്, ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു കൊട്ടാരം പോലെ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഓരോ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണുന്നു കഴിഞ്ഞാൽ ഓരോ ഭക്തന്മാരും എന്തോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് ഓരോന്നും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ ഓരോ പില്ലറയിലാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ട്രക്ചേഴ്സും ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾ ഈ പില്ലറയിലോട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ എന്താ പറയുന്നതെന്നുള്ളത് മനസ്സിലാവും. ഇത് കണ്ടോ, ഓരോ ഇത് രീതികളെയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, സ്വാനെയും. നല്ല രസമുണ്ട് ഓരോ പില്ലർ കാണാനായിട്ടും ആ സ്ട്രക്ചർ കാണാനായിട്ടും നല്ല രസമുണ്ട്. ഗൈസ്, ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഗുരുവിൻ്റെ സ്ട്രക്ചർ കാണാം. അതേപോലെ തന്നെ എൻ്റെ ഡിസൈനിങ് കണ്ടോ, വാവ്. ആ ഒരു വോൾ സ്ട്രക്ചറും തടിയും കൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതലും ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് തടിയും കൊണ്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഡിസൈനിങ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഓരോ വോളിലും ഓരോ ഡിസൈൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കണ്ടോ, ഒരു വിൻഡോസ് പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ് ഈ സ്ട്രക്ചേഴ്സ് എല്ലാം കണ്ട്. ഇത് കണ്ടില്ലേ. സോ ഗൈസ്, ഇത് ടെമ്പിളിൻ്റെ വൺ സൈഡാണ്. ഇതൊരു എൻട്രൻസ് ഏരിയ ആണ്. ഈ എൻട്രൻസ് ഏരിയ തന്നെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ. ഞങ്ങളിപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. ആ ക്ലാസ്സിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് 20-25 ആ ഒരു റേഞ്ചിൽ ഉള്ള പിള്ളേർ വന്ന് അവർ ആണ് ഈ അമ്പലം ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്നെപ്പോലുള്ളവർ, നിങ്ങളെപ്പോലുള്ളവർ ആണ് ഇവിടെ വന്ന് ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഈ ടെമ്പിൾ ക്രിയേറ്റ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ 3500 പണിക്കാരല്ലേ വന്നേ. 3500 സംതിങ് ആൾക്കാരാണ് ഇവിടെ വന്ന് ഈ കാർവിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ
ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തതെന്നാണ് അവർ പറയുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത്, എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഈ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ഡയറക്റ്റ് കാണും. അകത്ത് ഒന്നും ഷൂട്ട് ചെയ്യാനായി എനിക്ക് അലൗഡ് അല്ല. ഇതിൻ്റെ ബാക്ക് ലൈക്ക് ഔട്ട്ഡോറും കാര്യങ്ങളെല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഐ വിൽ ഷോ യു ഔട്ട്ഡോർ ആൻഡ് എവറിത്തിങ്. ഇൻസൈഡ് എനിക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അവർ ഓൾറെഡി പെർമിഷൻ തന്നിരിക്കുന്നത് ഔട്ട്ഡോർ മാത്രം ഷൂട്ട് ചെയ്യാനായിട്ടാണ്. സോ ഐ വിൽ ഷോ യു സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഗൈസ്, സീ ഇറ്റ് ഔട്ട്. ഇതിൻ്റെ ഓരോ കാർവിങ്ങും കണ്ടോ, എന്തോ രസമാണെന്ന് നോക്കിയേ. അത് പറയുന്നത് ഈ ഓരോ കാർവിങ്ങും അതേപോലെ ഇതിൻ്റെ ഓരോ മാർബിൾസും കാർവ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് കാർവ് ചെയ്ത് ഇവിടെ ഡെലിവറി ചെയ്ത് ഇവിടെ നിന്ന് പിന്നെ ഫിക്സ് ചെയ്യുകയാണെന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ എന്നെപ്പോലെയുള്ളതും നിങ്ങളെപ്പോലെയുള്ള സ്റ്റുഡൻസും വന്നിട്ടാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു അമ്പലം ക്രിയേറ്റ് ചെയ്തെന്നാണ് അവർ പറയുന്നത്. ഇവിടെ പണിക്കാർ no contractors, all volunteers was coming here making this ambalam into a different structure. So yeah, it's a different feeling to see it out. ഇവിടുത്തെ ഓരോ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഓരോ പില്ലേഴ്സിൻ്റെ മണ്ടയ്ക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആ തൂണിൻ്റെ തൂണെന്നല്ലല്ലോ അതിന് പറയുന്നത്, ആ ഒരു കൂരയുടെ മണ്ടയ്ക്ക് വരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ ഡിസൈൻസും കണ്ടു കഴിഞ്ഞാൽ എന്തോ രസമുണ്ടെന്ന് കാണാൻ അറിയാം. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു തൂണ്, ഇവരൊരു സ്ട്രക്ചർ, ആ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇവിടെ അത് ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇത് അമ്പലം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഫുള്ളൊരു കൊട്ടാരം പോലെയാണ് ഇത് പണിഞ്ഞു വെച്ചേക്കുന്നത്. അതുപോലെ രസമുണ്ട് ഇത് കാണാൻ. ഇതാണ് അമ്പലം. അവർ പപ്പയും അമ്മയും എല്ലാവരും അവിടെ ആ വഴിക്ക് പോയി. സോ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുക. ലെഫ്റ്റ് സൈഡ് വഴിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവർ പറഞ്ഞ ലെഫ്റ്റ് സൈഡ് വഴി എൻട്രൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അകത്തൂടെ ആ ഒരു വഴി കയറാം. ഇത് ഫ്രണ്ട് എൻട്രൻസ് ആണ്. ഇതാണ് ആ ടെമ്പിൾ വരുന്നത്. ഇത് ഫുള്ളി മാർബിളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്നാണ് പറയുന്നത്. അടിപൊളി ടെമ്പിൾ. അവിടെ ആനയും ആനക്കുട്ടികളെയും കാണിക്കുന്നുണ്ട്. ഇവിടെ മാനെ കാണിക്കുന്നുണ്ട്. ഇവിടെ പീകോക്സിനെയും ആണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം മേളിൽ ആമ്പലാണ്, താമരയാണ് കാണിക്കുന്നത്. ഈ തൂണിൻ്റെ മേൽവശത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുണ്ട്, അവിടെ ആ ഒരു ഫോക്കസ് ചെയ്തിട്ട് അതുകൊണ്ട് ഇവിടെ അതാണ് ലോട്ടസ് ആയിട്ട് കാണിക്കുന്നത്. ബാക്കി ഇതുകൊണ്ട് ഇവിടെ ആനയെ കാണിക്കുന്നുണ്ട്, ആന കുട്ടികളെയും കാണിക്കുന്നുണ്ട്. ലോട്ട് ടു സീ ഓവർ ഹിയർ. ഇതാണെന്ന് തോന്നുന്നു എൻട്രൻസ്. അകത്ത് കയറി കഴിഞ്ഞാൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. സോ ഞാൻ അകത്ത് കയറി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തൊക്കെയുണ്ട്, എന്താണ് അതിനകത്ത് എന്നുള്ളതൊന്ന് കണ്ടിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഓക്കെ ഗൈസ്. സോ ഗൈസ്, ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേറെ ലോകം തന്നെയാണ്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്, ഭയങ്കര സൈലൻസ്, ഭയങ്കര പോസിറ്റീവ് വൈബ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ്. ഇതിനകത്ത് ഓരോ കാർവിങ്ങും എന്തു പെർഫെക്റ്റായിട്ടാണ് ചെയ്തേക്കുന്നതെന്നറിയാം. ഓരോ കാർവിങ്ങും ഓരോ സ്ട്രക്ചേഴ്സും ഓരോന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് പറയാനൊരു ഇതില്ല, അതുപോലത്തെ രീതിയിലാണ് ഓരോന്നും ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോ സെക്ഷനിൽ പോകുമ്പോൾ ഓരോ ദൈവങ്ങളെയാണ് അവർ കാണിക്കുന്നത്.
ഓരോ സ്വാമിമാരെ, ഓരോ ഭക്തന്മാരെ, അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്സ് വാട്ട് ഈസ് ഗോയിങ് ഇൻ സൈഡ് ദിസ് ടെമ്പിൾ. ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പണി നടക്കുന്നതേ ഉള്ളൂ. കുറേ ഇനിയും എനിക്ക് തോന്നുന്നു കുറേ ഇനിയും തീരാൻ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ ഉണ്ട് ഇതിനകത്ത് കാണാൻ, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, ഈ സ്ട്രക്ചർസ് കണ്ടില്ലേ, ഇതിനകത്തെ ഓരോ കാർവിങ് ഉണ്ടോ, ഇവിടെ ഏതാണ്ട് ഇപ്പോഴും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് എഴുതി വെച്ചതാണെന്ന് തോന്നുന്നു, ഇപ്പോഴും അത് ഇരിപ്പുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ ആ ഒരു പീസ് പൊളിഞ്ഞു പോയപ്പോൾ അവർ ആ ഒരു ഷേപ്പിൽ അവരത് കട്ട് ചെയ്ത് ഗ്ലൂ ചെയ്ത് ഇപ്പം വെച്ചേക്കുവാണ്. ഇങ്ങനെ ആണ് ഈ ഒരു അമ്പലം പണിഞ്ഞെടുത്തേക്കുന്നത്. അതിൻ്റെ ഓരോ പീസും, അതായത് ഇപ്പം ഈ ഒരു സ്ട്രക്ചർ, ആ ഒരു രൂപം കണ്ടോ, അത് എന്ത് രസമുണ്ട് അത് ചെയ്തു വെച്ചേക്കുന്നതെന്ന് കണ്ടോ. അതേപോലെ തന്നെയാണ് ഈ കാണുന്ന ഈ ഇതെല്ലാം. ഗൈസ്, ഇതാണ് ഒരു സ്ക്രീൻ പ്ലേ ഏരിയ. ഇവിടെയാണ് ഈ അമ്പലം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിലിങ്ങും ഒക്കെ കാണിക്കുന്നത് ഇതിനകത്താണ്. നമുക്ക് അതിനകത്ത് കയറിയിട്ടൊന്ന് കണ്ടു നോക്കാം. ഗൈസ്, ഞാൻ ഇതിനകത്ത് കയറിയതാണ്, ഈ മ്യൂസിയത്തിനകത്ത് കയറിയതാണ്. മ്യൂസിയത്തിനകത്ത് സ്ട്രക്ചർ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ തിയേറ്റർ. 2 തിയേറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഇതെങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്തെന്നൊക്കെയുള്ള എല്ലാ വീഡിയോസും അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷൻ എങ്ങനെ തുടങ്ങി എന്നുള്ളത് കാണിക്കുന്നത്. 2014 തുടങ്ങിയത്. 2019 ഈ ഒരു സ്ട്രക്ചറിലായി. ഇതിൽ ദ ജേർണി ഓഫ് എ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. ടീമാണ് ദ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ. അതിൻ്റെ ഇവിടെ അടുത്ത വോളണ്ടിയേഴ്സിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പൊസിഷൻ വില കൊടുത്തിട്ടുണ്ട്. HR മാനേജർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടീച്ചറാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെ എല്ലാം ഇനി ബാലൻസ് എല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതെല്ലാം ഇങ്ങനെ ഒരു ഫോട്ടോസ് കൊടുത്തേക്കുവാണ്. പിന്നെ ഇവിടെ കഫറ്റേരിയ ഇതെല്ലാം വരുന്നത്. സോ ഗൈസ്, ഇതൊക്കെയാണ് എനിക്ക് അവിടെ കാണിച്ചു തരാനുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് ഔട്ട്ഡോർ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതാണ് മെയിനായിട്ട് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയറും ചെയ്യുക. ഇനി അതുപോലെ തന്നെ കണ്ടൻറ്റ്സ് വരാൻ കിടപ്പുണ്ട്, പുതിയത് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.